Good morning, students. In last class, we have discussed the topic method of solving simultaneous equation using matrices. Today, we are going to discuss the topic method of solving simultaneous equations using Cramer's rule. Cramer's rule is one of the important method to solve a system of linear equation. Here, for the system of equation a1x plus b1y and c1z equals d1 and a2x plus b2y plus c2z equals d2 and a3x plus b3y plus c3z equals d3. ഇവിടെ നമുക്കൊരു മൂന്ന് ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഈ മൂന്ന് ഇക്വേഷനിൽ a1 b1 c1 a2 b2 c2 a3 b3 c3 ഇത് മൂന്നും കോഎഫിഷ്യൻസ് ആണ്. ദെൻ എക്സ് വൈ സെഡ് വാരിയബിൾസ് ആണ്. d1 d2 d3 കോൺസ്റ്റൻസ് ആണ്. നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഇൻ ദിസ് കേസ് a1 b1 c1 a2 b2 c2 and a3 b3 c3 becomes matrix A, that is coefficient matrix. Then variables ആയ എക്സ് വൈ സെഡ് ഇവ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് മാട്രിക്സ് എക്സ്, ദാറ്റ് ഈസ് വാരിയബിൾസ് മാട്രിക്സ്. ദെൻ d1 d2 d3 കോൺസ്റ്റൻറ്റ് മാട്രിക്സിനെ നമ്മൾ ബി എന്നാണ് ജനറലി പറയാറ്. സോ ഈ കേസിൽ നമ്മൾ എ എക്സ് ഈക്വൽസ് ബി എന്ന ടേംസിലേക്ക് ഫോമിലേക്കാണ് മൂന്ന് ഇക്വേഷൻസിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ള ഈ മൂന്ന് മാട്രിക്സിൽ, നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത മൂന്ന് മാട്രിക്സിൽ ഞാൻ മാട്രിക്സ് എനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ദെൻ നമ്മൾ ഇതിലെ വാരിയബിൾസ് ആയ എക്സ് വൈ സെഡ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ കേസിൽ അൺനോൺസ്, അതായത് വാരിയബിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊരു സ്പെഷ്യൽ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ് ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് എ വൺ ബൈ ഡിറ്റർമിനൻറ്റ് എ ആൻഡ് വൈ ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് എ ടു ബൈ ഡിറ്റർമിനൻറ്റ് എ ആൻഡ് സെഡ് ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് എ ത്രീ ബൈ ഡിറ്റർമിനൻറ്റ് എ. ഇനി ഇത് രണ്ട് വാരിയബിൾസ് ആണ്, അത് എക്സും വൈയും മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ വരിക എക്സ് ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് എ വൺ ബൈ ഡിറ്റർമിനൻറ്റ് എ ആൻഡ് വൈ ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് എ ടു ബൈ ഡിറ്റർമിനൻറ്റ് എ. ദെൻ ഹിയർ എ വൺ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസിംഗ് ഫസ്റ്റ് കോളം ഓഫ് എ ബൈ ബി. നമ്മൾ എ വൺ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? മാട്രിക്സ് എയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സ്, അതായത് എ വൺ എ ടു എ ത്രീ, ആ മൂന്ന് എലമെൻറ്റ്സിനെ മാട്രിക്സ് ബിയിലെ എലമെൻറ്റ്സുമായി റീപ്ലേസ് ചെയ്യുകയാണ്. അതായത് എ വൺ എ ടു എ ത്രീ എലിമിനേറ്റ് ചെയ്യുക, പകരം മാട്രിക്സ് ബി, അതായത് ഡി വൺ ഡി ടു ഡി ത്രീ, ഈ മൂന്ന് എലമെൻറ്റ്സ് അവിടെ ആ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുക. ദെൻ എ ടു നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ ടു ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസിംഗ് സെക്കൻഡ് കോളം ഓഫ് എ ബൈ ബി. മാട്രിക്സ് എയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്സ്, അതായത് ബി വൺ ബി ടു ബി ത്രീ എന്ന എലമെൻറ്റ്സിനെ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ മാട്രിക്സ് ബിയിലെ ഡി വൺ ഡി ടു ഡി ത്രീ എന്ന എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യുക. ദെൻ എ ത്രീ എന്ന് പറയുന്നത് നമ്മൾ മാട്രിക്സ് എയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ്, അതായത് സി വൺ സി ടു സി ത്രീ എലിമിനേറ്റ് ചെയ്യുക. ദെൻ ഡി വൺ ഡി ടു ഡി ത്രീ ഇൻസേർട്ട് ചെയ്യുക. ദെൻ ഈ നാല് ഡിറ്റർമിനൻറ്റ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ഡിറ്റർമിനൻറ്റ് എ, ഡിറ്റർമിനൻറ്റ് എ വൺ, ഡിറ്റർമിനൻറ്റ് എ ടു, ഡിറ്റർമിനൻറ്റ് എ ത്രീ. എന്നിട്ട് നമ്മുടെ ഫോർമുല ആയിട്ടുള്ള, അതായത് എക്സ് ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് എ വൺ ബൈ എ, വൈ ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് എ ടു ബൈ ഡിറ്റർമിനൻറ്റ് എ ആൻഡ് സെഡ് ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് എ ത്രീ ബൈ ഡിറ്റർമിനൻറ്റ് എ. ഈ ഫോർമുലയിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് വൈ സെഡ് ഈ മൂന്ന് വാരിയബിൾസിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡിലൂടെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനെയാണ് മെത്തേഡ് ഓഫ് സോൾവിങ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് യൂസിങ് ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് ക്രാമേഴ്സ് റൂൾ. 3x plus 2y plus z equals 6, 2x minus 3y plus 3z equals 2 and x plus y plus z equals 1. Students, here we have given three equations. They are 3x plus 2y plus z equals 6, 2x minus 3y plus 3z equals 2, x plus y plus z equals 3. ഈ ഇക്വേഷൻസിനെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ മൂന്ന് മാട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്തു. കോഎഫിഷ്യന്റ് മാട്രിക്സ്,
variable matrix and constant matrix. ഇതുവരെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് AX equals B എന്നുള്ള ഫോമിൽ നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്രാമേഴ്സ് റൂൾ പ്രകാരം ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരു ഫോർമുല ഉണ്ട്. അതായത് ഇതിൽ വാരിയബിൾസ് 3 വാരിയബിൾസ് അതായത് XYZ ആണെന്നുണ്ടെങ്കിൽ X equals determinant A1 by determinant A and Y equals determinant A2 by determinant A and Z equals determinant A3 by determinant A. നമ്മളിവിടെ ആകെ 3 മാട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ നമുക്കിവിടെ മാട്രിക്സ് എ നമുക്കറിയാം. മാട്രിക്സ് എ ഈ മാട്രിക്സ് എയും ബിയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ A1 A2 A3 എന്ന് പറയുന്ന 3 മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതും ആ 3 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും എങ്ങനെയെന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ മാട്രിക്സ് എനെ എടുത്തെഴുതി. അതായത് 3 2 1 2 -3 3 1 1 1. ഈ മാട്രിക്സ് എ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് മാട്രിക്സ് ആണ് അല്ലെ. ഇനി A1 എങ്ങനെയാ വരുന്നത് നോക്കാം. മാട്രിക്സ് A1 എന്ന് പറഞ്ഞാൽ മാട്രിക്സ് എയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സിനെ മാട്രിക്സ് ബിയിലെ എലമെന്റ്സുമായി റീപ്ലേസ് ചെയ്തിട്ടാണ് മാട്രിക്സ് A1 കിട്ടുന്നത്. മാട്രിക്സ് എയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സിനെ മാട്രിക്സ് ബിയിലെ എലമെന്റ്സുമായി റീപ്ലേസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? മാട്രിക്സ് A1. ഒന്ന് നോക്കിക്കേ, ഈ കേസിൽ മാട്രിക്സ് A1 ഇവിടുത്തെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? 3 2 1. ഈ 3 2 1 എലിമിനേറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ എന്ത് ഇൻസേർട്ട് ചെയ്യാം? മാട്രിക്സ് ബിയിലെ എലമെന്റ്സ് ആയ 6 2 3 ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? A1 equals 6 2 3. ബാക്കി 2 കോളത്തിലെ എലമെന്റ്സിനും ചേഞ്ച് ഇല്ല. 2 -3 1 1 3 1. ഇങ്ങനെയാണ് നമ്മൾ A1 എന്ന് പറയുന്ന മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദെൻ മാട്രിക്സ് A2. മാട്രിക്സ് A2 എന്ന് പറയുമ്പോൾ സെയിം തന്നെ. മാട്രിക്സ് എയില് നമ്മൾ ഇവിടെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ് അല്ലേ റീപ്ലേസ് ചെയ്തത്. ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യാ? ഫസ്റ്റ് കോളവും തേർഡ് കോളവും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പകരം സെക്കൻഡ് കോളത്തിലെ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് 2 -3 1. ഈ 3 എലമെന്റ്സിനെ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് അവിടെ നമ്മൾ ഏത് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാം? 6 2 3. മാട്രിക്സ് ബിയിലെ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാം. സോ A2 എന്ന് പറയുന്ന മാട്രിക്സ് എങ്ങനെയാ വരിക? 3 2 1. ഫസ്റ്റ് കോളത്തിൽ നോ ചേഞ്ച്. ദെൻ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്സ് ആണ് ചേഞ്ച് വരുന്നത്. അവിടെ ഏത് വന്നു? 6 2 3 6 2 3. ദെൻ തേർഡ് കോളത്തിനും ചേഞ്ച് ഇല്ല. 1 3 1. ഇങ്ങനെയാണ് മാട്രിക്സ് A2 കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ മാട്രിക്സ് A3. മാട്രിക്സ് A3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തേർഡ് കോളം. മാട്രിക്സ് എയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാം? മാട്രിക്സ് ബിയിലെ എലമെന്റ്സുമായിട്ട് റീപ്ലേസ് ചെയ്യാം. സോ മാട്രിക്സ് എയിലെ 1 3 1 എന്ന എലമെന്റ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. പകരം 6 2 3 ഇൻസേർട്ട് ചെയ്യാം. സോ എങ്ങനെ വരും? A3 equals 3 2 1 2 -3 1 6 2 3. ഇങ്ങനെയാണ് നമ്മൾ A1 A2 A3 എന്ന 3 മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ A1 ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ മാട്രിക്സ് എയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ് മാത്രമേ ചേഞ്ച് വരൂ. A2 ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ മാട്രിക്സ് എയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്സിനായിരിക്കും ചേഞ്ച് വരിക. ദെൻ A3 കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് മാട്രിക്സ് എയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്സിനാണ് ചേഞ്ച് വരിക. ദെൻ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് XYZ ഈ 3 വാരിയബിൾസിന്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഈ 3 വാരിയബിൾസിന്റെ വാല്യൂസ് എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം? X equals determinant A1 by determinant A, Y equals determinant A2 by determinant A, and Z equals determinant A3 by determinant A. So we have to find determinant A1, determinant A2, determinant A3 and determinant A. First നമുക്ക് determinant A എത്ര എന്നുള്ളത് നോക്കാം. ഡിറ്റർമിനന്റ് എ കാണാൻ നമ്മൾ മാട്രിക്സ് എനെ ഡിറ്റർമിനന്റ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്തു. എലമെന്റ്സ് ആർ 3 2 1 2 -3 3 1 1 1. ദെൻ നമ്മൾ ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് അറിയുന്നതാണ് ഫസ്റ്റ് റോയിലെ എലമെന്റ്സും അതിന്റെ മൈനേഴ്സുമാണ് കൺസിഡർ ചെയ്യാം. സോ ഈ കേസിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് വരുന്നത് 3 ആണ് അല്ലെ. 3യുടെ മൈനർ വരുന്നത് -3 into 1 -3 minus 1 into 3 3. ദെൻ നെക്സ്റ്റ് വരുന്ന സൈൻ ഏതാണ്? മൈനസ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ 3 എടുത്തു. ദെൻ 3യുടെ മൈനർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ മൈനസ് സെക്കൻഡ് എലമെന്റ് ഏതാണ്? 2 2 into 2യുടെ മൈനർ എന്ന് പറയുന്നത് 2 3 1 1. എങ്ങനെ വരും? 2 into 1 2
മൈനസ് 1 into 3 3. ദെൻ കൊടുക്കേണ്ട സൈൻ ഏതാണ്? പ്ലസ്. തേർഡ് എലമെന്റ് ഏതാണ്? 1 പ്ലസ് 1 ഇൻറ്റു 1ന്റെ മൈനർ ഏതാ വരുന്നത്? 1 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 minus 3 1 1. So 2 into 1 2 minus 1 into minus 3 minus 3. എപ്പോഴും ഓർക്കുക ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻ ഏതാണ്? മൈനസ് ആണ്. ദെൻ -3 രണ്ടും സെയിം സൈൻ ആണ്. സെയിം സൈൻ ആയതുകൊണ്ട് ആ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുക, കോമൺ സൈൻ കൊടുക്കുക. സോ -3 -6. ദെൻ സോ 3 into -6. ദെൻ -2 2 -3 2 -3 എത്ര വരാം? -1. ഇവിടെ ഹയസ്റ്റ് വാല്യൂ 3 ആണ്. 3യിൽ നിന്ന് 2 മൈനസ് ചെയ്യുക, 3യുടെ സൈൻ കൊടുക്കുക. ദെൻ +1 into 2 -3. മൈനസും വന്ന് എന്ത് ചെയ്യണം? അത് പ്ലസ് ആകും അല്ലെ? സോ 2 + 3 വരും. 2 + 3 5. Then 3 into -6 -18. -2 into -1. മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്താകും? പ്ലസ് ആകും. സോ +2. Then +1 into 5 5. Then -18 +2 +5 എത്രയാ വരാം? -11. Then നമ്മള് ഡിറ്റർമിനന്റ് A കിട്ടി -11. Next we have to find determinant A1. Determinant A1 എന്ന് പറഞ്ഞാൽ എന്താ? മാട്രിക്സ് എയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സിനെ മാട്രിക്സ് ബിയിലെ എലമെന്റ്സുമായിട്ട് റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് ഡിറ്റർമിനന്റ് A1. ഡിറ്റർമിനന്റ് A1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഡിറ്റർമിനന്റ് A1 എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റ് A1ലെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സും അതിന്റെ മൈനേഴ്സുമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 6 2 1. ഫസ്റ്റ് എലമെന്റ് 6. 6ന്റെ മൈനർ വരുന്നത് -3 3 1 1. സോ -3 into 1 -3. കൊടുക്കേണ്ട സൈൻ ഏതാണ്? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ മൈനസ്. 1 into 3 3. നെക്സ്റ്റ് കൊടുക്കേണ്ട സൈൻ ഏതാ? മൈനസ്. സെക്കൻഡ് എലമെന്റ് 2. ദെൻ 2യുടെ മൈനർ ഏതൊക്കെയാണ് വരുന്നത്? 2 3 3 1. 2 into 1 2 -3 into 3 9. നെക്സ്റ്റ് കൊടുക്കേണ്ട സൈൻ ഏതാണ്? പ്ലസ്. തേർഡ് എലമെന്റ് 1. 1ന്റെ മൈനർ ഏതൊക്കെയാണ് വരുന്നത്? 2 -3 3 1. 2 into 1 2 -3 into -3 -9. Then 6 എടുത്ത് എഴുതാം. -3 -3 എന്താ വരിക? രണ്ടും കോമൺ സൈൻ ആയതുകൊണ്ട് വാല്യൂ ആഡ് ചെയ്യുക, കോമൺ സൈൻ കൊടുക്കുക. സോ -6. -2 എടുത്ത് എഴുതാം. 2 -9. ഈ കേസിൽ -9ഉം 2 ആണ്. -9 ആണ് ഹയസ്റ്റ് വാല്യൂ. സോ 9ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, 9ന്റെ സൈൻ കൊടുക്കുക. 9ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 7 9ന്റെ സൈൻ വരുന്നത് മൈനസ്. ദെൻ +1 എടുത്ത് എഴുതാം. 2 -9 മൈനസും എന്താകും? പ്ലസ് ആകും. സോ 2 + 9 11. Then 6 into -6 -36. -2 into -7 മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആകും. സോ 14. Then 1 into 11 11. Then -36 + 14 + 11 വരും. 14ഉം 11ഉം സെയിം സൈൻ ആയതുകൊണ്ട് രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ 25 വരും. -36 + 25 = -11. Next we have to find determinant A2. Determinant A2ലെ elements വരുന്നത് 3 6 1 2 2 3 1 3 1. സോ നമുക്ക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡിറ്റർമിനന്റ് A2 കാണാൻ നമ്മൾ ഫസ്റ്റ് റോയിലെ എലമെന്റ്സും അതിന്റെ മൈനേഴ്സുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് വരുന്നത് 3 ആണ്. 3യുടെ മൈനർ എന്ന് പറയുന്നത് 2 3 3 1. ദെൻ 3 എടുത്ത് എഴുതുക. 3 into 2 into 1 2 -3 into 3 9. നെക്സ്റ്റ് കൊടുക്കേണ്ട സൈൻ ഏതാണ്? മൈനസ്. സെക്കൻഡ് എലമെന്റ് 6 6 into 6ന്റെ മൈനർ എന്ന് പറയുന്നത് ഏതാ? 2 3 1 1. 2 into 1 2 -1 into 3 3. ദെൻ നെക്സ്റ്റ് കൊടുക്കേണ്ട സൈൻ ഏതാണ്? പ്ലസ്. തേർഡ് എലമെന്റ് 1. 1ന്റെ മൈനർ എന്ന് പറയുന്നത് 2 2 1 3. സോ 2 into 3 6 -1 into 2 2. ദെൻ 3 താഴത്തേക്ക് എടുത്ത് എഴുതാം. 2 -9 9 ആണ് ഹയസ്റ്റ് വാല്യൂ. 9ൽ നിന്ന് 2 മൈനസ് ചെയ്യാൻ 9ന്റെ സൈൻ കൊടുക്കുക. സോ 9ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 7 വരും. 9ന്റെ സൈൻ -7. ദെൻ -6 എടുത്ത് എഴുതാം. 2 -3 -1 +1. ദെൻ 6 -2 6 -2 വരുന്നത് 4. ദെൻ 3 into -7 -21 -6 into -1 +6 ആകും. മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആകും. 1 into 4 4. ദെൻ -21 പ്ലസ് 6 + 4 എത്രയാണ്? 10. -21 + 10 എത്രയാ വരെ? ഹയസ്റ്റ് വാല്യൂ ആയ 21ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ 11. 21ന്റെ സൈൻ മൈനസ്. സോ
determinant A2 equals minus 11. Then A3. A3യുടെ കേസിൽ നമുക്ക് നോക്കാം എത്രയാ വാല്യൂ വരുന്നതെന്ന്. ഈ കേസിൽ എലമെന്റ്സ് വരുന്നത് 3, 2, 1, 2 minus 3, 3, 1, 1, 1. So ഫസ്റ്റ് എലമെന്റ് 3, 3യുടെ മൈനർ വരുന്നത് minus 3, 3, 1, 1. Minus 3 into 1, minus 3, minus 1 into 3, 3. Second എലമെന്റ് വരുന്നത് 2 ആണ്. അതിനു മുമ്പ് നമ്മൾ സൈൻ കൊടുക്കുക മൈനസ്. സെക്കൻഡ് എലമെന്റ് ആയ 2 എടുത്ത് എഴുതുക. Then 2യുടെ മൈനർ എന്ന് പറയുന്നത് 2, 3, 1, 1 ആണ്. 2 into 1, 2, minus 1 into 3, 3. Then കൊടുക്കേണ്ട സൈൻ പ്ലസ്. തേർഡ് എലമെന്റ് 1. 1ന്റെ മൈനർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത് 2, minus 3, 1, 1. 2 into 1, 2, minus 1 into minus 3, minus 3. Then 3 താഴോട്ടേക്ക് എടുത്ത് എഴുതാം. minus 3, minus 3. രണ്ടും കോമൺ സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുക, കോമൺ സൈൻ കൊടുക്കുക. സോ minus 6 വരും. Then minus 2 into 2 minus 3, minus 1. Plus 1 എടുത്ത് എഴുതാം. 2 minus minus 3. മൈനസും മൈനസും എന്താകും പ്ലസ് ആകും. So 2 plus 3 equals 5. Then 3 into minus 6, minus 18. Minus 2 into minus 1. മൈനസും മൈനസും പ്ലസ് ആണ്. അല്ല, മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആകും. സോ minus 2 into minus 1 plus 2. 1 into 5, 5. Then minus 18 plus 2 plus 5. 2 plus 5, 7. Therefore, which is equals minus 18 plus 7. That is equals minus 11. Highest value ആയ 18ൽ നിന്ന് lowest value ആയ 7 minus ചെയ്താൽ 11 വരും. 18ന്റെ സൈൻ minus. So minus 11. Students, here we have got determinant A, determinant A1, determinant A2 and determinant A3. ഈ 4 കേസിലും വാല്യൂ വരുന്നത് എത്രയാണ്? minus 11 ആണ്. സോ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം? x, y, z ഫൈൻഡ് ഔട്ട് ചെയ്യാം. x ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല എന്താ? determinant A1 by determinant A. That is equals minus 11 by minus 11. മൈനസും മൈനസും ക്യാൻസൽ ആകും. സോ 11 by 11, 1. Then y equals determinant A2 by determinant A. That is equals minus 11 by minus 11, which is also 1. Then z equals determinant A3 by determinant A. That is equals minus 11 by minus 11. That is equals 1. Therefore, x equals 1, y equals 1, z equals 1. ഇനി ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ കേസിലും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കേസ് ആണെങ്കിലും ഈ കേസ് ആണെങ്കിലും നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്നറിയാൻ നമുക്ക് കിട്ടുന്ന വാല്യൂസിന്, അതായത് എക്സ്, വൈ, സെഡ്, ഈ വാരിയബിൾസിന്റെ വാല്യൂസിന് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ തേർഡ് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ് അല്ലെ. എങ്ങനെയാ വരിക? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു? 1 ആണ്. 1 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽസ് 3. കറക്റ്റ് ആണല്ലോ. ഇനി വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x minus 3y plus 3z equals 2. So 2 into xന്റെ വാല്യൂ എത്രയാണ്? 1 minus 3 into 1 plus 3 into 1 equals 2. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. നോക്കാം. അതായത് നമ്മൾ ഇവിടെ എക്സിന് 1 കൊടുത്തു, വൈക്ക് 1 കൊടുത്തു, സെഡിന് 1 കൊടുത്തു. 2 into 1 2 minus 3 into 1 3 plus 3 into 1 3 ഈക്വൽസ് എത്രയാ വരിക? മൈനസ് 3യും പ്ലസ് 3യും ക്യാൻസൽ ആകും. ഈക്വൽസ് 2. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ് അല്ലേ. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ്, അതായത് എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും വാല്യൂസ് എല്ലാം തന്നെ കറക്റ്റ് ആണ്. Therefore x equals 1, y equals 1 and z equals 1. Students, we have another question. Solve the following system of equation using Cramer's rule. 2x minus 3y equals 3 and 4x minus y equals 11. ഈ കേസിൽ രണ്ട് വാരിയബിൾസ് ആണ് x and y. നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നതെന്ന്. സ്റ്റുഡൻസ്, നമുക്കിവിടെ തന്നിട്ടുള്ള ഇക്വേഷൻസ് 2x minus 3y equals 3 and 4x minus y equals 11. ഈ കേസിൽ simultaneous equations with two variables ആണ് അല്ലെ. എക്സും വൈയും മാത്രമേ തന്നിട്ടുള്ളൂ. സോ 2 variables ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ രണ്ട് വാരിയബിൾസിന്റെ വാല്യൂസ് ആണ്. അതായത് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എത്ര ഡിറ്റർമിനൻസ് ആയിരിക്കും ഉണ്ടാകുക? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ക്രാമേഴ്സ് റൂൾ പ്രകാരം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ഡിറ്റർമിനൻസ് നമ്മൾ കാണേണ്ടി വരിക? ഡിറ്റർമിനന്റ് എ, ഡിറ്റർമിനന്റ് A1 ആൻഡ് ഡിറ്റർമിനന്റ് A2. രണ്ട് വാരിയബിൾസ് ആണെങ്കിൽ 3 ഡിറ്റർമിനൻസ്.
അതിൽ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് എല്ലാറ്റിനും കോമൺ ആണ്. ദെൻ 3 വാരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ 4 ഡിറ്റർമിനൻസ്, അതായത് ഡിറ്റർമിനന്റ് A1, A2, A3. ഇവിടെ 2 വാരിയബിൾസേ ഉള്ളൂ, എക്സും വൈയും. സോ ഡിറ്റർമിനന്റ് എ, ഡിറ്റർമിനന്റ് A1 ആൻഡ് ഡിറ്റർമിനന്റ് A2. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം മാട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. മാട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ കോഎഫിഷ്യന്റ് മാട്രിക്സ് വരുന്നത് 2, -3, 4, -1. Then variable matrix X, Y and matrix B 3, 11. So നമ്മൾ ആദ്യം ഫോർമുല എടുത്ത് എഴുതി. X equals determinant A1 by determinant A and Y equals determinant A2 by determinant A. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? ഡിറ്റർമിനന്റ് A കാണണം, ഡിറ്റർമിനന്റ് A1 കാണണം, ഡിറ്റർമിനന്റ് A2 കാണണം. നമ്മൾ 3 മാട്രിക്സ് ആദ്യം കൺസ്ട്രക്ട് ചെയ്തു. A1, A2. A1 എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് നമുക്കറിയാം, കോഎഫിഷ്യന്റ് മാട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. ഇനി A1 എന്ന് പറഞ്ഞാൽ എന്താ? മാട്രിക്സ് എയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ മാട്രിക്സ് ബിയിലെ എലമെന്റ്സ് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യുക. അതായത് മാട്രിക്സ് എയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ് ആയ 2, 4 എലിമിനേറ്റ് ചെയ്യുക. പകരം അവിടെ എന്ത് ഇൻസേർട്ട് ചെയ്യാം? 3 and 11. സോ ഇറ്റ് ബിക്കംസ് 3, 11, -3, -1. ഇതാണ് A1. ഇനി A2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാട്രിക്സ് എയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്യുക, അവിടെ മാട്രിക്സ് ബിയിലെ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുക. സോ എലമെന്റ്സ് എങ്ങനെയാ വരിക? 2, 4 ആയിരിക്കും ഫസ്റ്റ് കോളം. ദെൻ സെക്കൻഡ് കോളത്തിൽ ഏതായിരിക്കും? 3 and 11. നമുക്ക് A1, A2 3 മാട്രിക്സ് കിട്ടി. ഇനി 3 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം ഡിറ്റർമിനന്റ് A. ഇത് ഓർഡർ 2 ആയതുകൊണ്ട് തന്നെ ഈ കേസിൽ ഡിറ്റർമിനന്റ് വാല്യൂ കാണാൻ സിമ്പിൾ ആണ്. ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക, AD - BC. സോ ഈ കേസിൽ AD എന്ന് പറയുമ്പോൾ 2 × -1 -2. Then minus BC എന്ന് പറയുമ്പോൾ 4 × -3 -12. സോ -2 -12 വരും. മൈനസും മൈനസും പ്ലസും ആകും. സോ -2 + 12. ഇവിടെ ഹയസ്റ്റ് വാല്യൂ 12 ആണ്. 12ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 10. 12ന്റെ സൈൻ ഏതാണ്? 10. ദെൻ ഡിറ്റർമിനന്റ് A1. ഡിറ്റർമിനന്റ് A1 എന്ന് പറയുമ്പോൾ ഈ കേസിൽ 3 -3 11 -1. ഈ കേസിൽ AD എന്ന് പറഞ്ഞാൽ എന്താ? 3 × -1 -3 മൈനസ് ഇനി ഏതാ? BC. BC എന്ന് പറയുമ്പോൾ 11 × -3 -33. -3 -33. മൈനസും മൈനസും എന്താകും? പ്ലസ് ആകും. സോ -3 + 33 വരും. ഇവിടെ രണ്ടും ഡിഫറെന്റ് സൈൻ ആണ്. സോ ഹയസ്റ്റ് വാല്യൂ ആയ 33ൽ നിന്ന് 3 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ 30 വരും. 33യുടെ സൈൻ ഏതാണ്? പ്ലസ്. സോ +30 വരും. ദെൻ A2 എന്ന് പറയുമ്പോൾ ഈ കേസിൽ 2 × 11 -4 × 3. ABCD. ഈ കേസിൽ AD എന്ന് പറഞ്ഞാൽ എന്താ? 2 × 11 എന്ന് പറയുമ്പോൾ എത്രയാ? 22 മൈനസ് BC എന്ന് പറയുമ്പോൾ 3 × 4. 3 × 4 എത്രയാണ്? 12. 22 - 12 that is equals 10 വരും. Students, here we have got the values of determinant A, determinant A1 and determinant A2. Determinant A equals 10, determinant A1 equals 30 and determinant A2 equals 10. Then we have to find the values of X and Y. Here X equals determinant A1 by determinant A. Therefore, it becomes 30 by 10. എത്രയാ വരിക? 3. Then Y എന്ന് പറയുമ്പോൾ എന്താ? ഡിറ്റർമിനന്റ് A2 by determinant A ആണ്. That is 10 by 10. That is equals 1. Therefore, X equals എത്രയാ വരുന്നത്? 3 and Y equals 1. സ്റ്റുഡൻസ്, നമുക്ക് ഇവിടെ കിട്ടിയത് X equals 3 and Y equals 1 ആണ്. ഇനി ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2x - 3y equals 3 ആണ്. Therefore 2x പകരം എന്ത് കൊടുക്കുക? 3. 2x എന്നുള്ളത് 2 × 3 മൈനസ് 3y ആണ്. സോ 3y വാല്യൂ എത്രയാണ്? 1. സോ -3 × 1 എത്രയാ വരിക? 2 × 3 6 -3 × 1 3. 6 - 3 3. അത് തന്നെയല്ലേ ഇവിടെയും വരുന്നത്. സോ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് എന്നാണ്? കറക്റ്റ് ആണ്. Therefore x equals 3 and y equals 1. ഇതിങ്ങനെ എഴുതണമെന്നില്ല, ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ചിൽഡ്രൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. മാട്രിക്സിലെ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്ററിൽ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻവേഴ്സ്,
മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പിന്നെ നമ്മൾ ഈ ചെയ്ത 2 മെത്തേഡ് ഓഫ് സോൾവിങ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻസും ആണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. See you in next class. Thank you all.